മക്കളെ, നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യം ഒരു ഖണ്ഡിക കൊടുത്തിട്ടുള്ളത്, അത് വായിക്കണം. താഴെ കൊടുത്ത ഖണ്ഡിക വായിച്ച് 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. തേനീച്ചകൾ ചെറുപ്രാണികളാണ്. തേനീച്ചകൾക്ക് വേഗത്തിലും പതുക്കെയും പറക്കാൻ കഴിയും. അവയ്ക്ക് മുകളിലോട്ടും താഴോട്ടും പറക്കാൻ കഴിയും. പൂക്കളിലെത്താൻ അവയ്ക്ക് പറക്കേണ്ടതുണ്ട്. തേനീച്ചകൾ 3 നിറത്തിലുണ്ട്. അവ മഞ്ഞയും ചുവപ്പും ഓറഞ്ചും നിറത്തിലുണ്ടാകും. അവയ്ക്ക് 6 കാലുകളുണ്ട്. അവയുടെ കാലുകൾ ഭക്ഷണത്തിനും പരാഗശേഖരണത്തിനുമായി ഉപയോഗിക്കുന്നു. തേനീച്ചകളിൽ നിന്ന് നമുക്ക് തേൻ ലഭിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: തേനീച്ചകൾ എന്താണ്? ജന്തുക്കൾ, പക്ഷികൾ, ചെറുപ്രാണികൾ, പരാഗങ്ങൾ. ഏതാ ശരി? ചെറു പ്രാണികൾ എന്നതാണ് ശരി. അടുത്ത ചോദ്യം: തേനീച്ചകൾക്ക് ഡാഷ് കാലുകളുണ്ട്. 2, 4, 6, 8. 6 ശരിയായ ഉത്തരം അല്ലേ? അപ്പോൾ അതാണ് ശരി. അടുത്തത്: അവ പുഷ്പങ്ങളിലേക്ക് പറക്കുന്നത് ഡാഷ് ആണ്. എന്തിനാണ്? ഭക്ഷണത്തിനും പരാഗശേഖരണത്തിനും, ഇലകളും തണ്ടുകളും ശേഖരിക്കാൻ, ഭക്ഷണം ഉണ്ടാക്കാൻ, കളിക്കാനും രസിക്കാനും. ഒന്നാമത്തത് അല്ലേ? ഭക്ഷണവും പരാഗശേഖരണത്തിനും. അടുത്തത്: തേനീച്ചകൾ നമുക്ക് ഡാഷ് തരുന്നു. പഴങ്ങൾ, തേൻ, ഇലകൾ, പൂക്കൾ. ഏതാ? തേന് അല്ലേ? അടുത്തത്: തേനീച്ചകൾ ഡാഷ് ആണ്. ശ്രദ്ധയുള്ളവർ, നിരുപദ്രവകാരികൾ, നിറമുള്ളവ, നിറമില്ലാത്തവ. ഏതാ ശരി? നിറമുള്ളവ. ഓക്കെ, ഇനി അടുത്തത്: താഴെ കൊടുത്ത ചുവർ പരസ്യം പോസ്റ്റർ വായിച്ച് 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇവിടെ ഒരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഇന്നു തന്നെ മാങ്ങ കുടിക്കൂ, മാംഗോ ടൈം ജ്യൂസ്. നിങ്ങളുടെ ദിവസം തുടങ്ങാൻ ഉത്തമ മാർഗമാണ്. നല്ല രുചി, മുതിർന്നവർക്കും കുട്ടികൾക്കും ഉത്തമം. മാങ്ങയും വെള്ളവും ചേർന്നതാണ് മാംഗോ ടൈം. പഞ്ചസാര തീരെ ചേർക്കാത്തത്. പിന്നെ ഇവിടെ ഒരു കത്രികയുടെ ചിഹ്നം കൊടുത്തിട്ട് ഇവിടെ മുറിക്കുക, സൂപ്പർ മാർക്കറ്റിൽ എത്തിക്കുക, മാംഗോ ടൈം വാങ്ങുക, കുപ്പിയുടെ വില മാത്രം നൽകുക, മറ്റൊരു കുപ്പി സൗജന്യമായി നേടുക. ഇതാണ് പരസ്യം. ഇനി ചോദ്യം ഇതാണ്: ചുവർ പരസ്യം വായിച്ച് മാംഗോ ടൈം തണുത്തതാണ്, മധുരമുള്ളതാണ്, സ്വാദുള്ളതാണ്, ചവർപ്പുള്ളതാണ്. ഏതാ നമുക്ക് മനസ്സിലാവുന്നത്? സ്വാദുള്ളതാണ് അല്ലേ? അടുത്തത്: ചുവർ പരസ്യം അനുസരിച്ച് മാംഗോ ടൈമിൽ ഡാഷ് ഇല്ല. മാങ്ങയില്ല, പഞ്ചസാരയില്ല, വെള്ളമില്ല, ഉപ്പില്ല. ഏതാ? പഞ്ചസാര അല്ലേ? അടുത്തത്: മാംഗോ ടൈം വരുന്നത് ഡാഷ് ആണ്. ജാറിൽ, ഗ്ലാസ്സിൽ, കുപ്പിയിൽ, കപ്പിൽ. ഏതാ ശരി? 3 കുപ്പിയിൽ എന്നതാണ് ശരി. അടുത്തത്: മാംഗോ ടൈം ജ്യൂസ് ദിവസവും തുടങ്ങാൻ ഉത്തമ മാർഗമാണ്. മാംഗോ ടൈം എപ്പോഴാണ് കുടിക്കേണ്ടത്? 1 ഉച്ചയ്ക്ക് ശേഷം, 2 വൈകുന്നേരം, 3 രാത്രി, 4 രാവിലെ. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? വീണ്ടും അങ്ങോട്ട് പോയി നോക്കുക മുകളിലേക്ക്. അപ്പോൾ നമുക്ക് കാണാം നിങ്ങളുടെ ദിവസം തുടങ്ങാൻ. അപ്പോൾ എന്താണ്? ഏത് സമയത്താണ് കുടിക്കേണ്ടത്? ഉച്ചക്കാണോ തുടങ്ങല്? അല്ല, രാവിലെയാണ് തുടങ്ങുക. അപ്പോൾ 4 രാവിലെ എന്നുള്ളതാണ് ശരി. അടുത്ത ചോദ്യം: ഈ ചിത്രത്തിൽ കത്രികയുടെ ചിത്രം എന്തിനാണ്? എവിടെ മുറിക്കണമെന്ന് കാണിക്കാൻ, കത്രികയുടെ പ്രവർത്തനം കാണിക്കാൻ, മാംഗോ ടൈമിനൊപ്പം കത്രികയും കിട്ടുമെന്ന് കാണിക്കാൻ, കത്രിക എങ്ങനെയാണെന്ന് കാണിക്കുക. ഏതാ ശരി? എവിടെ മുറിക്കണമെന്ന് കാണിക്കാൻ അല്ലേ? ഓപ്ഷൻ നമ്പർ 1. അപ്പോൾ ഇന്ന് ഇത്രയുമാണ് നമുക്ക് പറയാനുള്ളത്. ബാക്കിയുള്ള വീഡിയോസിനായി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.